അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ അന്വേഷണത്തിൽ പൈലറ്റുമാരെയും ഉൾപ്പെടുത്തണം എന്ന എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ. പൈലറ്റുമാരെ ബലിയാടാക്കുന്ന നടപടിയാണ് ഉണ്ടാകുന്നത് എന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തി. അർജുൻ പീതാംബരൻ ഉണ്ട് വിശദവിവരങ്ങളുമായി. അർജുൻ, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് പൈലറ്റുമാരുടെ സംഭാഷണം ലഭ്യമായിട്ടുണ്ട്. ആ സംഭാഷണം എന്താണ് എന്നത് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിൽ പൈലറ്റുമാരെ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം, അവരെ ബലിയാടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുമായി അസോസിയേഷൻ രംഗത്ത് വന്നത്, അല്ലേ? മോത്തി, തീർച്ചയായിട്ടും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഒരിക്കലും സുതാര്യമല്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ തന്നെ ഈ പൈലറ്റുമാരുടെ സംഘടന. മാത്രമല്ല, ഈ രണ്ട് വാചകങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ വാദങ്ങൾ ഈ പൈലറ്റുമാർക്കെതിരെ നടക്കുന്നുണ്ട്. അവരെ ബലിയാടാക്കുന്ന രീതിയിൽ, മാത്രമല്ല ഈ കുറ്റം മുഴുവനും പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഒരു ഭാഗത്തു നിന്നും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ബോയിങ് പോലെയുള്ള ദശലക്ഷക്കണക്കിന് ആസ്തിയുള്ള, മാത്രമല്ല ലോകമെമ്പാടും PR വർക്കുകളുള്ള, PR-ന്റെ ഫലമുള്ള ഒരു കമ്പനി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മരണപ്പെട്ടു പോയ, ഇനി ഒരിക്കലും സ്വന്തം വാദം ഉന്നയിക്കാൻ സാധിക്കാത്ത രണ്ട് പൈലറ്റുമാരാണ് ഈ മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ കൂടി ശബ്ദം ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൈലറ്റുമാരുടെ സംഘടനയെ കൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം, മുന്നോട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഈ സംഘടന ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 800 ഹെലികോപ്റ്റർ വിമാന പൈലറ്റുമാരുടെ അസോസിയേഷനാണ് ഈ എയർലൈൻ പൈലറ്റുമാർ അസോസിയേഷൻ. മാത്രമല്ല, അന്താരാഷ്ട്ര പൈലറ്റുമാരുടെ അസോസിയേഷൻ്റെ ഭാഗം കൂടിയാണ് ഇന്ത്യയിലെ ഈ സംഘടന. ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് അടക്കം എന്തായാലും ഈ സംഘടന കടക്കുന്നുണ്ട്. അതായത് പൈലറ്റുമാരെ കൂടി ഈ AAIBയുടെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം അത് കോടതിയിലേക്ക് പോയിട്ടാണെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനത്തിലേക്കും ഈ സംഘടന പോയിരിക്കുന്നു. ഇന്ന് തന്നെ വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കും ഈ സംഘടന ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അന്വേഷണത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, അതിൽ പൈലറ്റുമാരുടെ സഹകരണം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതിൽ ചർച്ച നടത്താനുമാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്.